അപ്പോൾ കഴിച്ച് നമുക്ക് വന്നിരിക്കുന്നത് Redmi Note 5 എന്ന് പറയുന്ന മോഡലാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ റിപ്ലേസ് ചെയ്യാനാണ്. അതിനായിട്ട് നമുക്ക് സിം വെച്ചിട്ട് ഊരി മാറ്റാം, എന്നിട്ട് ബാക്ക് പാനൽ ഊരാം, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ബാറ്ററീൻ്റെ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ കണക്ഷനും ഡിസ്കണക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ബാറ്ററി ഊരെടുക്കാൻ നോക്കാം. ഫുൾ ടാപ്പാണ്, പക്ഷേ കുറേ വർഷമായതുകൊണ്ട് ഫുൾ ടാപ്പ് ഇപ്പോൾ ഏകദേശം പോയി കിടക്കണം. എന്നിട്ട് നമുക്ക് IP ഒഴിച്ച് തൽക്കാലം ബാറ്ററി റിമൂവ് ചെയ്യാം. IP ഒഴിച്ച് ബാറ്ററി റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഡിസ്പ്ലേ റിമൂവ് ചെയ്യാം ഹീറ്റ് ചെയ്തിട്ട്. എന്നിട്ട് ഡിസ്പ്ലേ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് പുതിയ ഡിസ്പ്ലേൻ്റെ ആ പഴയ ഡിസ്പ്ലേ ഇരുന്നത് പശ പഴയതിരിപ്പുണ്ട്, അത് ക്ലീൻ ചെയ്തിട്ട് പുതിയ പശ അപ്ലൈ ചെയ്യാം. അതിനുശേഷം നമുക്ക് പുതിയ ഡിസ്പ്ലേ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ ബാക്കിലൊരു സ്റ്റിക്കർ ഉണ്ടാവും, അത് പീൽ ചെയ്ത് കളഞ്ഞാൽ അപ്പോൾ ആ പശയോട് വന്ന് ഒട്ടിക്കുക. എന്നിട്ട് നമുക്ക് ഡിസ്പ്ലേൻ്റെ കണക്ഷൻ ഫിറ്റ് ചെയ്തിട്ട് ബാറ്ററി ഫിറ്റ് ചെയ്യുക, ബാറ്ററീൻ്റെ കണക്ഷൻ വന്നിട്ട് ഫിറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ബാക്ക് പാനൽ തിരിച്ച് നമുക്ക് വെക്കാം. എന്നിട്ട് അതിൻ്റെ സിം ഇജക്ഷൻ ട്രേ ഇടാം. എന്നിട്ട് ഫോണൊന്ന് ഓൺ ചെയ്ത് റബ്ബർ ബാൻഡ് എടുത്തെടുത്ത് കഴിഞ്ഞാൽ സെറ്റായി. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.